കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്തെ സ്വാശ്രയ പ്രവേശനത്തിനെതിരെ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും രംഗത്ത്. കഴിഞ്ഞ വർഷം MBBSന് മെറിറ്റിൽ പ്രവേശനം ലഭിച്ചത് 2101 വരെയുള്ള റാങ്കുകാർക്കായിരുന്നു. എന്നാൽ ഇത്തവണ 2600 വരെയുള്ള റാങ്കുകാർക്ക് പ്രവേശനം ലഭിച്ചു. UDF സർക്കാരാണ് സ്വാശ്രയ പ്രവേശനം കച്ചവടമാക്കിയതെന്ന് രക്ഷകർത്താക്കൾ ആരോപിച്ചു. ബഹുഭൂരിപക്ഷം സ്വാശ്രയ മെഡിക്കൽ കോളേജുകളുമായി കരാറുണ്ടാക്കി കൂടുതൽ വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ പ്രവേശനം ഉറപ്പാക്കിയ LDF സർക്കാരിനെതിരെ സമരം ചെയ്യുന്ന UDFന്റെ മുൻകാല സ്വാശ്രയ പ്രവേശന നടപടികളെ തുറന്നുകാട്ടുകയാണ് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും. മുൻവർഷം സംസ്ഥാന പ്രവേശന പരീക്ഷാ ലിസ്റ്റിൽ നിന്നും 2101 റാങ്ക് വരെയുള്ളവർക്കാണ് MBBS പ്രവേശനം ലഭിച്ചത്. എന്നാൽ ഈ സർക്കാർ കൂടുതൽ മാനേജ്മെന്റുകളുമായി കരാർ ഒപ്പിട്ടതിലൂടെ 2600 റാങ്ക് വരെയുള്ളവർക്ക് ഇത്തവണ പ്രവേശനം ലഭിച്ചു. കഴിഞ്ഞ തവണ UDF സർക്കാർ മാനേജ്മെന്റുകളുമായി ഒത്തുകളിക്കാതിരുന്നുവെങ്കിൽ തങ്ങളെപ്പോലെയുള്ള നിരവധി കുട്ടികൾക്ക് MBBS പഠനം യാഥാർത്ഥ്യമാകുമായിരുന്നുവെന്ന് 2139 റാങ്കുകാരിയായ അക്ഷര പറയുന്നു. ഞങ്ങൾക്ക് അർഹത, ഞങ്ങളുടെ സ്വപ്നങ്ങളൊന്നും അവർ കണക്കിൽ പോലും എടുക്കാതെ കൺസിഡർ ചെയ്യാതെ അറ്റ്ലീസ്റ്റ് അവർക്ക് 50 സീറ്റ്സ് ഈ 2.5 കഴിഞ്ഞ തവണ അവർക്ക് തരായിരുന്നു. അതാ ഗവൺമെന്റ് തന്നെ പിടിപ്പിക്കുകയാണ്. ഇപ്പോൾ സർക്കാരിനെതിരെ UDF നടത്തുന്ന സമരത്തെക്കുറിച്ചും അക്ഷര പ്രതികരിക്കാതിരുന്നില്ല. ഇത്തവണ ഈ കാണിക്കുന്നതിന്റെ ഒരു പകുതി കാണിച്ചിരുന്നെങ്കിൽ കഴിഞ്ഞ തവണ 2.5 ലാക്ക് പോട്ടെ ഒരു 3 ലാക്കിനാണെങ്കിലും ഇവര് ഒരു 50% ഗവൺമെന്റ് സീറ്റ് അർഹതയുള്ള സീറ്റ് അത് ഇവർക്ക് കൊടുക്കാൻ കഴിയാത്ത അത്ര ഇൻഎഫിഷ്യന്റ് ഒരു ഗവൺമെന്റ് ഇത്തവണ ഇത്രയും ഒരു 2.5 ലാക്കിൽ വന്നു എന്ന് പറഞ്ഞിട്ട് ഇത്രയും ബഹളം. കാരണം പാവപ്പെട്ട കുട്ടികൾക്ക് അത് കുറച്ച് കൊടുക്കുന്നുണ്ട്, സ്കോളർഷിപ്പ് നൽകുന്നുണ്ട്, എന്നിട്ടും ഇത്രയും ബഹളം വെക്കുന്ന എന്ത് യോഗ്യതയാണ് ഇവർക്കുള്ളത്? കഴിഞ്ഞ UDFന്റെ കാലത്ത് സർക്കാർ സീറ്റുകൾ മാനേജ്മെന്റുകൾ തട്ടിയെടുത്തതിന് പിന്നിൽ കോഴ ഇടപാട് നടന്നിട്ടുണ്ടെന്നും രക്ഷിതാക്കൾ ആരോപിക്കുന്നു. ഈ മാനേജ്മെന്റിന്റെ കോഴ വാങ്ങിച്ചു എന്ന് തന്നെയാണ് ഞാൻ ഉറപ്പിച്ച് പറയുന്നത്. കാര്യം ഈ സീറ്റ് കൊടുക്കാൻ ഇത് കച്ചവടമാക്കാൻ വേണ്ടി താരതമ്യേന ഉള്ള ഒരു ഫീസ് വർധന മാത്രമേ മെറിറ്റ് സീറ്റിൽ ഇപ്പോൾ സർക്കാർ വരുത്തിയിട്ടുള്ളൂ എന്നും അത് വിദ്യാർത്ഥികൾക്ക് താങ്ങാവുന്നതാണെന്നും രക്ഷിതാക്കൾ വ്യക്തമാക്കുകയാണ്. സ്വാശ്രയ പ്രവേശനം കച്ചവടമാക്കിയ UDF ഇപ്പോൾ സമരം നടത്തി ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണെന്നും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ചൂണ്ടിക്കാട്ടുന്നു. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.